ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോറോളയുടെ ഏറ്റവും പുതിയ ഡിവൈസാണ് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 22,999 രൂപയാണ്. അതായത് 23,000 റുപ്പീസാണ് ഇതിനകത്ത് വരുന്നത്. 8GB 256GB റാമും 12GB 256GB റാമുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി 7400 ചിപ്പാണ്. അപ്പോൾ അതും നല്ല ഒരു ചിപ്പാണ് ആ പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ടത്. ഇതിനകത്ത് IP68 IP69 റേറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു വെഗൻ ലെതർ ഫിനിഷും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനുമാണ്. അതിനൊപ്പം തന്നെ 5500 mAh ബാറ്ററി, 68 വാട്ട് ചാർജിങ്. അപ്പോൾ നല്ലൊരു പവർ പാക്ക് ഡിവൈസാണ്. OLED ഡിസ്പ്ലേ ആണ്, പ്ലാസ്റ്റിക് OLED 1.5K ഡിസ്പ്ലേ ആണ്. എന്നാൽ ചില കോംപ്രമൈസസ് ഉണ്ട്. അപ്പോൾ കണ്ണും പൂട്ടി എടുക്കാൻ വരട്ടെ. ഇത്രയും ഫീച്ചേഴ്സ് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കും കണ്ണും പൂട്ടി എടുക്കാം, എന്നാൽ അത് വരട്ടെ. ബാക്കിയുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് കൂടി നമ്മൾ പറയാം. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് വഴിയെ പറയാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ബോക്സ് പാക്കേജിൽ ചെയ്തിരിക്കുന്നത്. ടിപ്പിക്കൽ മോട്ടോൻ്റെ ബോക്സ് പാക്കേജ് കംപ്ലീറ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കി. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നുമില്ല. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കാണാം. പിന്നെ കോറിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ ഹൈറസ് ഓഡിയോ വയർലെസ് സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. നമ്മളെടുത്തത് 8 256GB വേരിയൻ്റ് ആണ്. അതേപോലെ തന്നെ 12 256GB വേരിയൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ബേസ് വേരിയൻറ്റിൽ 256GB സ്റ്റോറേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. ഇപ്പോൾ ബോക്സ് നമ്മൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കംപ്ലീറ്റ് പേപ്പർ റൗണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല. മോട്ടോൻ്റെ ബോക്സ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. നല്ലൊരു സെൻറ്റഡ് പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരും. അത് എന്തിനാണ് കൊടുക്കണമെന്ന് അറിയില്ല, പക്ഷെ നല്ല ഒരു ഫീലാണ് ആക്ച്വലി. ഇത് 68 വാട്ട് അഡാപ്റ്ററാണ്. മോട്ടോൻ്റെ തന്നെ 68 വാട്ട് അഡാപ്റ്ററാണ് ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു USB Type-C ചാർജിങ് കേബിളാണ്. എഗെയിൻ എല്ലാം ബ്ലാക്ക് കളറാണ്. ഇതിനകത്ത് നമുക്ക് സിം ഇജക്റ്റ് പിന്നും വാറണ്ടി മാനുവൽ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കേസ് വരുന്നില്ല ഇതിൻ്റെ കൂടെ. അത് നമ്മൾ വേറെ മേടിക്കേണ്ടി വരും. അപ്പോൾ അത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. അപ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, വളരെ നല്ലൊരു ഫീലാണ്. ഇത് വെഗൻ ലെതർ ഫിനിഷാണ്. 8.3 mm തിക്നെസ് ആണ് വരുന്നത്. ജസ്റ്റ് 180 grams ഉള്ള എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ സ്മോളർ ഫുട് പ്രിൻ്റ് ആണ്. 6.67 inches ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോളർ ഫുട് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ക്യാമറ മോഡ്യൂൾ കാണാം. അതിൽ ക്യാമറയിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇവിടെ മോട്ടോൻ്റെ ലോഗോ എൻഗ്രേവ് ചെയ്ത് കാണാം. ഇവിടെ നമുക്ക് ഡോൾബി അറ്റ്മോസ് എഴുതിയത് കാണാം. അതേപോലെ താഴത്ത് സ്പീക്കർ യൂണിറ്റ് കാണാം, സിം ട്രേ, USB Type-C പോർട്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആവുന്നത്, പവർ ആൻഡ് വോളിയം കീസ് കാണാം. അതേപോലെ ഈ സൈഡ് കേർവ്ഡ്, അതേപോലെ നമുക്ക് ഡിസ്പ്ലേയും കേർവ്ഡ് ആണ്. ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിലേക്ക് ഞാൻ വരാം. 1.5K ഡിസ്പ്ലേ ആണ്. ഓവറോൾ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതിലൊരു സംശയമില്ല. IP68 + IP69 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രീമിയം ഫോണിൻ്റെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിവൈസ്. നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ക്വാഡ് കർവ് ഡിസ്പ്ലേ അഗെയിൻ നമ്മൾ സാധാരണ ക്വാഡ് കർവ് ഡിസ്പ്ലേ ഹയർ പ്രൈസ് സെഗ്മെന്റിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലും താഴെയും കൂടെ കുറച്ചും കൂടെ കർവേച്ചർ ഉണ്ട്. സൈഡിലെ കർവേച്ചർ ഒബ്വിയസ്ലി കുറച്ച് കൂടുതലാണ് മുകളിലും താഴേക്കാളും, എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമൽ ബെസൽസ് ആണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു അടിപൊളി OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട് ചെയ്യാം. മോട്ടോൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡിലേക്ക് എക്സ്പീരിയൻസ് ആണ് മോട്ടോ പൊതുവെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം നമുക്ക് കിട്ടുന്നത് ഒരു 6.67 inches പ്ലാസ്റ്റിക് OLED, അതായത് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ 1080p അല്ലെങ്കിൽ ഫുൾ HD-നേക്കാളും എന്താ പറയുക, ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല ഒരു ഫീല് നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് കിട്ടും. മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ നല്ലതാണ്. അതേപോലെ ബെസൽസ് ഉണ്ടല്ലേ, വളരെ മിനിമൽ ബെസൽസ് ആണ്. അതേപോലെ തന്നെ ഈ 4 സൈഡും കണ്ടില്ലേ, ഒരു കർവേച്ചർ കണ്ടില്ലേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ക്വാഡ് കർവ് ഡിസ്പ്ലേ. അപ്പോൾ OLED ഡിസ്പ്ലേ
നല്ല കളേഴ്സും അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്പ്ലേയിൽ എനിക്ക് പരാതികളൊന്നും തന്നെ പറയാനില്ല. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതായിരുന്നു ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി മോട്ടോൻ്റെ കസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇൻഫാക്ട് കസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് സ്റ്റോക്ക് ലൈക്ക് എക്സ്പീരിയൻസ് ആണ്. മോട്ടോൻ്റെ ഹെലോ മോട്ടോ UI ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ നമുക്ക് ഡിവൈസ് ഡീറ്റെയിൽസ് കാണാം. ഡിസ്പ്ലേ റെസൊല്യൂഷൻ ഉണ്ട് 1220x2712 ആണ് റെസൊല്യൂഷൻ വരുന്നത്. സ്റ്റോറേജ് 256GB സ്റ്റോറേജ് ആണ്, 8GB RAM ആണ് വരുന്നത്. ഡ്യുവൽ ക്യാമറ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇത് കാണാം, അതിലേക്ക് ഞാൻ വരാം. പിന്നെ നമുക്കിവിടെ UI ഉണ്ടല്ലേ, UIയിൽ അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മോട്ടോൻ്റെ AI ഓപ്ഷൻസ് ഉണ്ടല്ലേ, പ്രോംപ്റ്റ് ബാർ, സ്മാർട്ട് ടാബ്സ്, പേഴ്സണലൈസേഷൻ, എല്ലാത്തിലും AI ഓപ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ AI നമുക്കുറിച്ച് നമ്മൾ വിശദമായി പറയാം, കാരണം ഒരുപാട് AI ഓപ്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മോട്ടോൻ്റെ AI ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പേഴ്സണലൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതല്ലേ ഫോണ്ട്, ഐക്കൺ ഷേപ്പ്, കളേഴ്സ്, ലേ ഔട്ട്, ഡാർക്ക് മോഡ്, എഡ്ജ് ലൈറ്റിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മോട്ടോൻ്റെ UIൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ കസ്റ്റം UI ആണ്, എന്നാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ പോലെയാണ് വരുന്നത്. ഇനി എന്താ പറയുക, നമുക്ക് ബ്ലോട്ട് വെയർസിൻ്റെ സീൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരൊറ്റ ആപ്പ് പോലും ഇല്ല ബ്ലോട്ട് വെയർ. മേ ബി ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറയാം, ബാക്കി എല്ലാം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. വേറെ ഒരു ആപ്പ് ഇൻസ്റ്റാൾഡ് ഇല്ല, ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് മോട്ടോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഒരു ഡെഫിനറ്റ്ലി നല്ലൊരു വേർത്തി ഫീച്ചറായിട്ട് പറയാൻ സാധിക്കും. പിന്നെ 4 years ഓഫ് ആൻഡ്രോയിഡ് പാച്ചസ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. 4 വർഷം സെക്യൂരിറ്റി പാച്ചസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടച്ച് റെസ്പോൺസ്. ഓവറോൾ UI എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറിലും അതേപോലെ തന്നെ ഡിസ്പ്ലേയിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തു, ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാണ്. ഡിസ്പ്ലേ അടിപൊളിയാണ്. 1.5K POLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ ക്ലീൻ UI ആണ്. എന്താ പറയുക, അൺവാണ്ടഡ് ബ്ലോട്ട് വെയർസ് ഒന്നുമില്ല. ഏക ഒരു ഫേസ്ബുക്ക് ആപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ IP68 IP69 റേറ്റിംഗ് ഉണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് ചെറിയ ഒരു എന്താ പറയുക പോരായ്മ എന്ന് പറയാവുന്നത്. ഇതിനകത്ത് Dimensity 7400 ചിപ്പാണ്. അത് നല്ല ഒരു ചിപ്പാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ UFS 2.2 സ്റ്റോറേജും LPDDR 4X റാമും ഉള്ളൂ എന്നുള്ളതാണ്. അതായത് 23,000 റുപ്പീസിൻ്റെ ഡിവൈസാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി UFS 3.1 നൽകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. UFS 3.1 ഇല്ല. അതുകൂടാണ്ട് തന്നെ LPDDR 4X റാമേ ഉള്ളൂ. ഇത് രണ്ടും തന്നെ ഇപ്പോൾ നമ്മൾ ആസച്ച് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒന്നും തോന്നില്ല. എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു സ്ലോ ഡൗൺ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് UFS 3.1 കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഒക്കെ വളരെ സ്മൂത്ത്. അപ്പം ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പോഴൊന്നും ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതേപോലെ Dimensity 7400 നല്ല ഒരു ചിപ്പാണ്. ഇൻഫാക്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോർ അറൌണ്ട് 7 lakhിൻ്റെ അടുത്തൊക്കെയാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ടതായിരുന്നു UFS 3.1. അപ്പോൾ അതാണ് പ്രോബ്ലി ഒരു പോരായ്മ എന്ന് പറയാവുന്നത്. അപ്പോൾ ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ പരാതികളൊന്നുമില്ല. അഗെയിൻ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആണോ ചോദിച്ചാൽ ഓക്കെ, ഗെയിം കളിക്കാം, എന്നാൽ പവർഫുൾ ഗെയിമിംഗ് ഡിവൈസ് ഒന്നുമല്ല. എന്നാൽ ഗെയിം അത്യാവശ്യം നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്കൊരു പ്രോപ്പർ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രോപ്പർ എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ പൊതുവേ 50 MP പ്രൈമറിയും അല്ലെങ്കിൽ സെക്കൻഡറി ഒരു ഡെപ്ത് സെൻസറോ അല്ലെങ്കിൽ ഒരു 8 MP അൾട്രാവൈഡോ എന്നൊക്കെയാണ് കൊടുക്കാറ്. എന്നാൽ ഇവിടെ നമുക്ക് പ്രൈമറി 50 MP സോണി ലൈറ്റിയ സെൻസറാണ്. അതുകൂടാണ്ട് നമുക്ക് 13 MP അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ക്യാമറ സെറ്റപ്പ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ 32 MP സെൽഫി ക്യാമറയാണ്. അപ്പോൾ ക്യാമറ സെറ്റപ്പ് ഡെഫിനറ്റ്ലി നല്ലതാണ്. അതേപോലെ തന്നെ റിയർ ക്യാമറയിൽ 4K 60 FPS 4K 30 FPS ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K റെക്കോർഡിംഗ് ഉണ്ട്, അതും 30 FPS. അപ്പോൾ റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ 4K 30 FPS നല്ലൊരു കാര്യമാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റ് 60 ഇല്ലെങ്കിൽ 4K 30 FPS ഉണ്ട് എന്നുള്ളതാണ്. 1080p 60 FPS നമുക്ക് റിയർ ക്യാമറയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. നല്ല ഒരു ക്യാമറ UI എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇതൊക്കെയാണ് മോട്ടോ എഡ്ജ് ഫ്യൂഷൻ്റെ ക്യാമറ സാമ്പിൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ്. ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഈ സെഗ്മെന്റിലെ ക്ലാസ് ലീഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കളേഴ്സ് അത്രയ്ക്ക് ഒരു ആക്യുറേറ്റ് കളേഴ്സ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്റർ ആയിട്ട് നത്തിങ്ങിൻ്റെ ഫോൺ 3 ആയിരുന്നു കുറച്ചും കൂടെ കളേഴ്സ് ബെറ്റർ ആയി തോന്നിയത് എനിക്ക്. അതേപോലെ കുറച്ചും കൂടെ ആക്യുറസി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്
കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ഡിസപ്പോയിന്റിംഗ് ആയിരിക്കില്ല, എന്നാൽ വളരെ ആക്യുറേറ്റ് കളേഴ്സ് അല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനകത്ത് മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് എടുക്കാൻ സാധിക്കും. സെൽഫീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയി ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഇതിന്റെ ക്യാമറ എക്സ്പീരിയൻസ് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ഇനി ബാറ്ററിയിലേക്ക് പോകുമ്പോൾ 5500 mAh ബാറ്ററി, 68 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ എഗെയിൻ നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റി. ഇൻഫാക്ട് ചെറിയൊരു ഫോം ഫാക്ടറാണ്, വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ 5500 mAh ഉണ്ട്. എഗെയിൻ ഇപ്പോൾ ഈ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ 7000 6500 ഒക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഇവിടെ 5500 ഉണ്ട്. ബാറ്ററിയിൽ കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് പറയാം. അതേപോലെ തന്നെ 68 വാട്ട് ചാർജിങ് ഉണ്ട്, അതും ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒരു അത്യാവശ്യം ഡീസൻറ്റ് ചാർജിങ് സ്പീഡാന്ന് പറയാം. പിന്നെ ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം ഇതൊരു 4 നാനോമീറ്റർ ചിപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ 5Gൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അടിപൊളി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, IP റേറ്റിംഗ് ഉണ്ട്, OLED സൂപ്പർ ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടുവാണ്. അതേപോലെ ബാറ്ററി ലൈഫ് അടിപൊളിയാണ്, ക്യാമറാസ് ഓക്കെയാണ്, പെർഫോമൻസും കുഴപ്പമില്ല. എന്നാൽ UFS 3.1 ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. അതിനൊപ്പം തന്നെ ഇതിനകത്ത് LPDDR 4X RAM ഉള്ളൂ എന്നുള്ളതാണ്. എഗെയിൻ അതൊരു വലിയ പോരായ്മയായിട്ട് പറയുന്നില്ല, എന്നാലും അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ തവണ മോട്ടോൻ്റെ വീഡിയോ കിട്ടപ്പോൾ ഒരുപാട് പേര് പറയേണ്ടായി മോട്ടോൻ്റെ സർവീസ് ക്വാളിറ്റി അത്ര നല്ലതല്ല എന്നുള്ളത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക, ബാക്കി റിവ്യൂസ് ഒക്കെ ഒന്ന് നോക്കുക. കാരണം സർവീസ് സെൻറ്റർ എക്സ്പീരിയൻസ് വളരെ മോശമാണെന്നുള്ളത് പലരും നമ്മുടെ കഴിഞ്ഞ മോട്ടോ വീഡിയോയിൽ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ മോട്ടോൻ്റെ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കാരണം എനിക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവും. കാരണം ഇങ്ങനെ ഒരു കമൻറ്റ് കിട്ടിയുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.